എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ എളുപ്പത്തിലൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കുപ്പി വീടാണ്, ബോട്ടിൽ ഹൗസ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ ബേസ് ഉള്ള ഒരു ബോട്ടിലാണ് എടുക്കേണ്ടത്. അതിനുശേഷം ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഒരു കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനങ്ങനെ 3 കോട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 കോട്ട് അക്രിലിക് പെയിൻറ്റ് ഇതേപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ വുഡൻ സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ 3ആയിട്ട് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ ഒരു ഡോറിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. എൻ്റെ കയ്യിൽ ഇത് ശരിക്കും ഒരു ക്രാഫ്റ്റ് കിറ്റിനകത്തുള്ള ഒരു വുഡൻ സ്പൂണായിരുന്നു. ഐസ്ക്രീം സ്പൂണൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പോപ്സിക്കിളോ എന്തെങ്കിലും മതി. ഇതേപോലെ ഒരു ഡോറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. പിന്നെ ഒരു ക്രാഫ്റ്റ് കിറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മാച്ച് ബോക്സ് സ്റ്റിക്ക് പോലത്തെ 2-3 സ്റ്റിക്സ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ വിൻഡോയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ മാച്ച് ബോക്സ് സ്റ്റിക്സ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡോറും വിൻഡോയും നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ഇതേപോലെ ഡോറും വിൻഡോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയൊരു കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ കുറച്ച് തിക്നെസ് ആയിട്ടുള്ള ഒരു പേപ്പറോ എടുക്കുക, അല്ലെങ്കിൽ എഗ് ട്രേ ഇതേപോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതേപോലെ റെക്റ്റാങ്കിൾ ആയിട്ട് കട്ട് ചെയ്ത് ഇതിൽ ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ഇത് നമ്മൾ ബ്രിക്കിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഞാൻ ഇനി ഇവിടെ എല്ലാം സ്റ്റിക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ 4 സൈഡിലും ഇതേപോലെ ബ്രിക്സ് സ്റ്റിക്ക് ചെയ്ത് എടുക്കുക. ഞാൻ ഈ എഗ് ട്രേ വെച്ചിട്ട് തന്നെയാണ് എല്ലാ സൈഡിലും ഇതേപോലെ ബ്രിക്സ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫാണ് ഉണ്ടാക്കേണ്ടത്. ഇതൊരു ബോട്ടിൽ ഹട്ടാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക. അത് നമ്മളൊരു സെമി സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു കോണാക്കി എടുക്കുക. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ കോൺ നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ജൂട്ട് ത്രെഡാണ്, കാരണം ആ ഹട്ടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജൂട്ട് ത്രെഡ് ഇതേപോലെ ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റൂഫിൽ വെക്കുകയാണ്. എല്ലാ സൈഡിലും ഒരേപോലെ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഇതേപോലെ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മൾ ഒരു ജൂട്ട് ത്രെഡ് ഉപയോഗിച്ച് തന്നെ ടൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ആ ഹട്ടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടേക്ക് കെയർ. ബൈ.